MPM-ൽ ഇത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലം, പതിറ്റാണ്ടുകളായി നിങ്ങളുടെ കയ്യിലുള്ള പഞ്ചായത്തിന്റെ ഭരണം, എന്തോ സംഭവമുണ്ട്, എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. നിങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ എത്രയോ ഉള്ള പ്രദേശങ്ങൾ, പാർട്ടി ഗ്രാമങ്ങളെ പോലെ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന പ്രദേശങ്ങളിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഒരു കുട്ടി മാറി ജയിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അങ്ങനെ ബുദ്ധിപൂർവ്വം ചോദിക്കും. ഇതിന്റെ പന്തലും ഇതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ പ്രചരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ മെയിൻ റോഡിലൂടെ ഒരു വാഹനം, ഒരു അനൗൺസ്മെന്റ് വാഹനം കടന്നു പോകുന്നത് എന്തിനാണ് നിങ്ങളിൽ ഇത്ര അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്? എന്താ ഉറക്കം വരുന്നു. ഒരു അനൗൺസ്മെന്റ് വാഹനമോ ആ വാഹനത്തിന്റെ ചുറ്റിലുമുള്ള ഒരു ഫ്ലെക്സ് ബോർഡോ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മേപ്പയൂരിലെ ജനങ്ങൾക്കും തിരിച്ചറിവുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ എന്തൊക്കെയോ മേപ്പയൂരിൽ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. പ്രചരണങ്ങളോട് നിങ്ങളുടെ അസഹിഷ്ണുത മൂലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കൈ തിരിച്ചോടിക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം, ഈ വേദിയിൽ നിന്നുകൊണ്ട് അപ്പുറത്താരുടെങ്കിലും കൈയൊടിക്കുമെന്ന് പ്രസംഗിക്കാൻ വന്നതല്ല ഞാൻ. വണ്ടി എടുക്കട്ടെ മോളെ. പക്ഷെ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാം, നിങ്ങൾ ആ കൈയൊടിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻകൂട്ടി കാണുന്നതാണെങ്കിൽ അതിവിടെ സംഭവിച്ചിരിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഉറച്ച തീരുമാനം തന്നെയാണെങ്കിൽ അതിനെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു വണ്ടിയുള്ള പിന്നെ ഒരു മൈക്ക് വണ്ടി ഇപ്പുറത്ത് കൂടെ പോയാ എന്തിനാ അതിനകത്ത് ഇത്ര അസ്വസ്ഥത? എന്തിനാ? ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ ഒരു മാറ്റമുണ്ടായാൽ എന്തിനാ അതിനകത്ത് ഇത്ര അസഹിഷ്ണുത? എന്തിനാ? സ്കൂളിനകത്തെ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് കുട്ടികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ്, അതുപോലും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താ? കാര്യം എന്താ? ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.